السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم تسليما مقدر عظم ذاتك في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا. صدق الله المولانا العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ്, മദ്ഹ് അല്ലെങ്കിൽ ഗുണഗാന അല്ലെങ്കിൽ പ്രകീർത്തന, അത് ഇന്നലെ ശുറുവായതല്ല. പിന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഫസ്റ്റ് പഠിച്ചവനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശത്തെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശത്തെ അള്ളാഹ് ഫസ്റ്റ് പഠിച്ചു. ലൗലാക ലമ്മ ഖലഖ്തുൽ അഫ്ലാഖ്. അള്ളാഹ് ചെന്നു ഖുദ്സിയ ഹദീസിൽ, നബിയെ നിങ്ങളെങ്കാലും പഠിച്ചില്ലെങ്കിൽ ഈ കാണുന്ന ഒന്നരം പടക്കാലുണ്ട്. അപ്പോൾ എത്ര വർഷം മുതൽ അള്ളാഹു പ്രകാശത്തെ പഠിച്ചണ്ട്, ആ പ്രകാശത്തെ പഠിച്ചണ്ട് ശുറുവായോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ്. അത് ഖിയാമത്ത് ഇക്കട്, സ്വർഗത്തിലും ഇക്കട്. ഏത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ആക്കണത് അത് സ്വർഗത്തിൽ സമയത്താ ഉണ്ടു. നാളെ ഞങ്ങൾ പോയി അവിടെ ഒന്നും ഇബാത്തില്ല, ആയെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ആക്കണത് അവിടെ സമയത്താ ഉണ്ടു. അത്ര വലിയ ഗ്രേറ്റസ്റ്റ് അത്. അതുകൊണ്ട് മഹാന്മാർ ഒരുപാട് സിദ്ദീഖിനെ കുറിച്ച് എന്തല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദിക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ആക്കണത് ആരാട് ഒരു ദിർഹം ചിലവാക്കിത്തെങ്കിൽ അവന് നണ്ടിട്ട് അവൻ്റെ നണ്ട ചങ്ങായി അവൻ നണ്ടിട്ട് സ്വർഗത്തിലിക്കടാ എന്ന് ചെന്നു. ആറ് മഹാന സിദ്ദീഖിനൊക്കെ പറയുള്ള ആറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ആക്കിയിട്ട് നല്ല ബഹുമാനത്തോടുകൂടി താലീമോട് കൂടി ആറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെറിയ നിലക്ക് മൗലിദാക്കിത്തെങ്കിലും അവനെന്താക്കിയ ദീൻ്റെ ഹയാത്ത് വെച്ചവനുമാണ്. എന്ന് ചെന്നാറിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് ചെല്ല് ആറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിക്ക് ഒരു ദിർഹം ചിലവാക്കിയിട്ട് അവന് ബദ്ർ യുദ്ധത്തിൽ, ഹുനൈൻ യുദ്ധത്തിൽ അവന് ഭാഗവശി, അവനക്ക് കൂലി എന്ന് ചെല്ലു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചെന്ന് ആറാട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനിച്ചു കൊണ്ടു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് മൗലൂദാക്കിത്തെങ്കിൽ അവന് ഈമാനോട് കൂടി അല്ലാണ്ട് മരിക്കില്ല. സ്വർഗത്തിൽ എളുപ്പ ഹിസാബിനും ഉണ്ടാവണം. സ്വർഗത്തിൽ പോകുന്ന ആൾ എളുപ്പ ഹിസാബ് ഉണ്ടാവണം. എന്ത് ഈ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പെരുസ എന്തൊക്കെ ഇത് രണ്ട് ലോകത്തോ യശസ്സിക്ക് വലിയ ഫൗണ്ടേഷൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെരുസ. അള്ളാഹുവിൻ്റെ റസൂലോ പെരുസ സ്വഹാബാക്കളെ പല പെരുസ വെച്ചങ്ങ് ആറുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പെരുസ താഴ്ത്താക്കൂ അള്ളും അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാണ്ട് വേറെ ആർക്കും സായില്ല. അങ്ങനെ ഉമ്മടെ കാട്ടി ബാപ്പടെ കാട്ടി എന്നെല്ലാം വേണ്ട എല്ലാത്തിനെ കാട്ടി എത്ര ചെന്നെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു തടിക്ക് ഒരു മുള്ളു കുത്തിരത്തിൽ പോകണമെങ്കിൽ സൈക്കോ ആയില്ല. ഒരു മുള്ളു കുത്തിര സൈക്കിളിലെന്നങ്ങ പിന്നെ ഞങ്ങൾ ഭയങ്കര താകായിട്ട് ഇപ്പം മരിച്ചു പോകണ്ട, അത്ര താകായിട്ടില്ല, അത്ര താകായ ടൈമിലും ഇപ്പം മരിച്ചു പോകണ്ട എന്ന് ഉറപ്പായിട്ടെങ്കിലും നിങ്ങൾ തന്നി വേണ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിരിച്ച വേണം എന്ന് കേട്ടെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിരിച്ച് സെലക്ട് ആക്കടാ എന്ന് ചെന്ന സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷണക്കായിട്ട് ഹിതത്തുക്കായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ കണ്ണ് കൈ കാല് എന്ത് കൊടുക്കും, എത്ര ചെയ്ത് റൂഹ് കൊടുക്കുക പോലും അങ്ങ് തയ്യാറായാൽ സുബ്ഹാനല്ലാഹ്. എന്തിങ്ങ് തയ്യാറായോ എന്തൊരു ലാഭം അതിൽ. അതിന് രണ്ട് ലോകത്തോ യശസ്സിക്ക് പ്രധാന അത് ലാഭ. അത്രയുമല്ല പിന്നെ എന്തിനാക്കണത് ശരീര ഇച്ഛത്തിക്ക് ബലി പൂലാത്ത പോലെ വിശേഷ ബ്രേക്ക് ഉണ്ടാക്കണത്. ശരീരം തടി ചെന്ന പോലെ കേൾക്കാത്ത പോലെ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രേക്ക് ഉണ്ടാക്കണത്. അത്രയുമല്ല ദുനിയാവിടെ ചെമ്മ അലച്ചവണെങ്കിൽ ഇക്കടേമില്ല ആരെങ്കിലും അള്ളാഹുവിനെ റസൂലിനെ പിരിച്ചെന്നാണ്. പിന്നെ അള്ളാഹു ചെന്ന പോലെ കേൾക്കുള്ളൂ വലിയ ഭാഗ്യം ഉണ്ടാക്കണം. ഏത്
ಹುಬ್ಬು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹ್ ರಸೂಲ್ ಪಿರ್ಸ ಅತ್ತರಮೇಲೆ ಅವನ എല്ലാ വിഷയത്തും അവനക്ക് പണ്ട് എല്ലാ ആപത്ത് മുസീബത്ത് അടങ്ങിയ എല്ലാത്തും അത് കാവലുണ്ടാവണം. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസ. പിന്നെ അവന് ബെടക്കാക്കാത്ത പോലെ വിശേഷ സംരക്ഷണം ഉണ്ടാകണേ. അവനിൽ ഹറാമായ സ്വറാത്ത പോലെ വിശേഷ സംരക്ഷണം ഉണ്ടാക്കണേ. പിന്നെ അനഗത്യമായ സ്വർസ്വത്തിനും അവൻ പെടാത്ത പോലെ, അഗത്യത്തിന് മാത്രം അനഗത്യമായ ഒന്നും അവൻ പെടാത്ത പോലെ അത് വിശേഷ എന്താക്കണേ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണേ. ഏത് അള്ളാഹ് റസൂൽ പിർസ. അതുകൊണ്ട് അള്ളാഹ് റസൂൽ ഞങ്ങളെന്തോ ഞങ്ങളോ ഗൈഡ്, ഞങ്ങളെ മാർഗദർശകൻ, ഞങ്ങളെ ഗുരു മുറബിയ ഷെയ്ഖായത് ഞങ്ങളെല്ലാം നിയന്ത്രിക്കട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടു ഞങ്ങളെ കൽബുൽ അള്ളാഹ് റസൂലിട്ടുള്ള ആ മുഹബ്ബത്ത് ആ പിർസ ഇന്നതുകൊണ്ടു അള്ളാഹ് റസൂൽ ഞങ്ങളെ എപ്പോൾ നോക്കി എന്താക്കണത് ബച്ചാവാക്കണത്. അതുകൊണ്ടു എല്ലാ ജണ്ട് ലോകത്തും യശസ്സുകളുടെ ഫൗണ്ടേഷൻ എന്തോ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹ് റസൂൽ അങ്ങേറ്റം പിരിച്ചവയ്ക്കടോ സ്വാലിഹീങ് ആവോ ഒരുപാട് ചരിത്രം ഇൻഷാ അല്ലാഹ് കേട്ടോണ്ടേക്കുക. അള്ളാഹ് റസൂൽ പിരിച്ചവെച്ച മഹാന്മാരോ മഹദിന്മാരോ ചരിത്രം ചെന്നുകൊണ്ടേക്കണം ഇൻഷാ അല്ലാഹ്. ചരിത്രം കേട്ടമ്മയാവില്ല. അതുകൊണ്ട് എന്താവണോ ഞങ്ങളിലുള്ള എല്ലാ ദുർബുദ്ധി എന്തെങ്കിലും അള്ളാഹ് അനിഷ്ടമായ ഞങ്ങൾ ഉണ്ടുണ്ടേ ಅದಕ್ಕೆಲ್ಲ ವಿರಾಮ, ಅದಕ್ಕೆಲ್ಲ എന്തൊക്കെ പുനഃസ്ഥാപനം ചെന്നെങ്കിൽ ಅದಕ್ಕೆಲ್ಲ കടിവാണ് ಅದರ ನಿಯಂತ್ರಣ ಹಾಕಿತ್ತು. ಅದು ಇಲ್ಲ ಅಂತ ಹಾಕೊಳ್ಳೋ ಕಾಯುವ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ഉണ്ടാക്കുക. ಅದಕ್ಕೆ ನಮಗೆ ಎಲ್ಲರಿಗೂ ಅಲ್ಲಾಹು ಭಾಗ್ಯ നൽകട്ടെ. ഈ തിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു റസൂലിൻ്റെ മോജിസാത്ത് കൊണ്ട് അള്ളാഹു റസൂൽ പിടിച്ച മഹാമാർ മഹദിമാർ എല്ലാവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.